ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനിപ്പോൾ പേരാവൂർ പോയിട്ട് വന്നേ ഉള്ളൂ കേട്ടോ. പേരാവൂർ പോയിട്ട് വന്നപ്പോൾ ഒരു പാവയ്ക്ക മേടിച്ചുകൊണ്ട് വന്നു. നമുക്ക് തേങ്ങയില്ലാതെ എങ്ങനെ പാവയ്ക്കക്കറി വറുത്തരച്ച് വെക്കുന്നതെന്ന് കാണണ്ടേ? അപ്പോൾ എൻ്റെ കൂട്ടുകാരെയും കൂടെ ഞാൻ കാണിച്ചു തരാം. പാവയ്ക്കയ്ക്ക് നീളത്തിൽ അരിയുക, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുകിടാം. കടുകിട്ട് കരിവേപ്പില ഇട്ട് എല്ലാം കൂടെ ഒന്നിച്ചാട്ട് കിട്ടുന്നേ, വെവ്വേറെ ഒന്നുമില്ല. എല്ലാം കൂടെ ഇട്ട് പച്ചമുളക്, പാവയ്ക്ക, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ശരിക്കും വാട്ടി വെക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടു. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് ശരിക്കും വാടണ്ട്. അങ്ങനെ ഇത് ശരിക്കും വാടി കേട്ടോ, നന്നായിട്ട് വാടിയ പാവയ്ക്കൊക്കെ. ഇനി നമുക്ക് അതിന് വേണ്ട അരപ്പുകൾ റെഡിയാക്കാം. അപ്പോൾ ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് വേറെ ചീഞ്ചട്ടിക്കകത്ത് റെഡിയാക്കാം. അപ്പോൾ ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായി. അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം വെക്കുന്നത്. ഇത് നമുക്ക് വറക്കാം, നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇതായിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ കൂട്ടാൻ അത്ര ഒരു ഇതുണ്ടാവില്ല. നാളെയാണ് നമ്മൾ എന്ത് കാര്യം പുളിയിട്ട് വറുത്തരച്ച് വെക്കുന്നതൊക്കെ നല്ല ടേസ്റ്റ് നാളത്തേന് കൂട്ടാനുണ്ട്. ഇത് നന്നായിട്ട് മൂത്തേ ചേർക്കുക കേട്ടോ. നന്നായിട്ട് ജോയിൻ്റ് ആക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. ഇതെന്താ ഉണ്ടോ നോക്കട്ടെ. നല്ല ഉപ്പുണ്ട്, പുളിയും ഉണ്ട് കേട്ടോ. തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മുടെ കറി റെഡിയായി കേട്ടോ. നോക്കിക്കേ, നാടൻ വറുത്തരച്ച് വെച്ച കറി കണ്ടോ. നല്ല എണ്ണമയമൊക്കെ ആയി, നല്ല പാകത്തിന്. തേങ്ങയൊന്നുമില്ല. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നല്ല എരിവും പുളിയും കയ്പും നല്ല രസമുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ വെച്ച് കൂട്ടണം കേട്ടോ. കൂട്ടി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ, നല്ലതാണോ എന്ന്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.